ചേച്ചിയെ 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 ചേച്ചി അമ്മേ. അപ്പൊ നമ്മുടെ 3 വീഡിയോ ഇട്ടതിന് ശേഷം 2-3 കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കണ്ടേ, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓള് ഇങ്ങനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടേ അല്ല. മെയിൻ ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ആരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. എക്സാമ്പിൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവും. അവർക്ക് മാത്രം മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതുപോലെ കുറച്ച് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്, ഈ ചാനൽ ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്പൊ പറയണ കാര്യം എല്ലാവർക്കും മനസ്സിലാവോ കണക്ട് ആവോ എന്ന് ഡൗട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും, ഞാൻ എന്റെ കാര്യം പറയാം, എല്ലാവരും പറയില്ല, എന്റെ കാര്യം പറയാം. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോഴും ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ കുറെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു ക്യാരക്ടറായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു റെസ്റ്റ് ഡേ അല്ല, ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ എന്ന് വെക്കാം. നോർമൽ ഡേ ഞാനൊരു 9 മണി വരെ കിടന്നുറങ്ങാന്ന് വെച്ചാൽ മൈൻഡിൽ നിന്ന് ഒരു സൗണ്ട് വരും, എന്താ 9 മണിയായി ഇനിയും ഉറങ്ങി അടിച്ചിട്ടില്ല, അങ്ങനെ പറയണ ഒരുത്തൻ. അതേപോലെ ഇന്നൊരുത്തൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ മോസ്റ്റ്ലി നമ്മുടെ ഫ്രണ്ട് പോലെയാണ്. എടാ കിടന്ന് ഉറങ്ങിക്കോ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അപ്പോ സന്തോഷമായിരിക്കാനും സമാധാനമായിട്ടിരിക്കാനാണ് ലൈഫ്, അങ്ങനെ പറയണ ഒരുത്തൻ. ഇന്നൊരുത്തനുണ്ട്, ഇവൻ ഒരു സൈക്കോ എന്ന് പറയാം. അപ്പൊ എങ്ങനെയാ വെച്ചാ എടാ ജിമ്മിൽ പോളേ, ജിമ്മിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരുത്തൻ, ജിം റീൽസ്, ജിം മോട്ടിവേഷൻ മാത്രം പറയണ ഒരുത്തൻ. അതാണ് എന്റെ മെജോറിറ്റി എന്നോട്. പിന്നൊരുത്തരുണ്ട്, അവനെ കുറിച്ച് പറയില്ല, അവൻ ക്രിഞ്ചാണ്, അവൻ കുറെ ആയിട്ട് വരുന്നില്ല, ഒരു 3-4 വർഷമായിട്ട് കുറവാണ്, വരുന്നില്ല. അപ്പോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ്. ഇതിനെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോ ഇവന്മാരെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നക്കാരല്ല. നമുക്ക് കുറെ സമയത്തില് കുറെ ഹെൽപ്പ് ചെയ്യാനും വാല്യൂ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ ഇവന്മാരെ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ എങ്ങനെയാ വെച്ചാൽ ഒരുത്തനില്ലേ ഫസ്റ്റ് പറയല, അവനൊരു ബൂമറായിട്ട് തന്നെ കണക്ക് കൂട്ടാം. ഇവൻ എങ്ങനെയാ വെച്ചാ അമ്പലത്തിൽ പോവാം, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പോയി ഗുഡ് എനർജി കൊണ്ടുവരാം, അമ്പലം, ദൈവം, മുരുക, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മോസ്റ്റ്ലി കൂടുതൽ ടൈം ഇഷ്ടം പഴയ പാട്ടാണ്, ഒരു 80s ആ ലെവൽ പാട്ട്. അതിനൊക്കെ കാരണക്കാരൻ ഇവനാണ്. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താടാ പാട്ടിനും വീഡിയോയ്ക്കും ഒരു ബന്ധമില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അതിനൊക്കെ കാരണക്കാരൻ ഇവൻ മാത്രമാണ്. പിന്നെ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ടേസ്റ്റ് ഇല്ല, മാറിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ ഇവന്മാരൊക്കെയാണ് കാരണം. മെയിൻ ആയിട്ട് ഈ പഴയ പാട്ടിന്റെ കാരണം ഇവൻ മാത്രമാണ്. കൈയാട്ടി സംസാരിക്കുക, വലിയ ഒരു 60 വയസ്സായ ഒരു കിളവെന്ന് വെക്കാം ഇവനെ ഞാൻ എങ്ങനെ കോമഡി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൻ കുറെ സമയത്ത് എനിക്ക് നല്ല നല്ല ഡിസിഷൻ എടുത്തു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒബിയസ്ലി നമ്മൾ ഈ ഏജുള്ള 10-25 വയസ്സായി, അപ്പൊ എവിടെയെങ്കിലും കല്യാണത്തിനോ അങ്ങനെ പോണ സമയത്ത് രാത്രി പിള്ളേര് മദ്യപിക്കാനൊക്കെ വിളിക്കുമല്ലോ, ഒബിയസ്ലി നമ്മുടെ ഏരിയ. അപ്പോ ഇവിടെ വേണ്ട, ഹെൽത്ത് ശ്രദ്ധിക്ക്, കുടിച്ച ഒരു 10 മിനിറ്റ് സുഖമല്ലേ കിട്ടുള്ളൂ, അതിനു വേണ്ടി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സാധനം കുടിക്കുന്നത്? അത് ടേസ്റ്റ് ഉണ്ടാ ഇല്ലല്ലോ, കശപ്പുള്ള സാധനം എന്തിനു കുടിക്കണെന്ന് നല്ല നല്ല ലോജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആള് കറക്റ്റ് സമയത്ത് പറഞ്ഞു തരും. നമ്മുടെ ആള് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലൈഫ് ജാളി എൻജോയ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം കംഫർട്ട് സോണിലേ വെച്ചിട്ട് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ ടെൻഷനായിട്ട് ഒരു കാര്യം നടക്കണം. എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാവണം നമ്മൾ പറയണമെങ്കിൽ, നാളെ മെയിൻ ആയിട്ടൊരു എക്സാം ആണ് വെച്ചാൽ നമ്മള് ഒന്നും പഠിച്ചിട്ടില്ല, പ്രിപ്പയർ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആയിട്ടിരിക്കില്ലേ, ആ സമയത്ത് നമ്മുടെ ആള് വരും, വന്നിട്ട് ചായ കുടിച്ചാലോ, ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ, ആവശ്യമേ ഇല്ലാണ്ട് നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവന്റെ പണി. നമ്മള് ഒന്നിലും പ്രൊഡക്റ്റീവ് ആക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ് നമ്മുടെ ആള്. അപ്പൊ മെച്യൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒരു ക്യാരക്ടറും, ഫുൾ ടൈം കംഫർട്ട് സോണിൽ കൊണ്ടുപോകുന്നതും ഒരു ക്യാരക്ടറും, ഫിറ്റ്നസ് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരുത്തിനാണ് എന്റെ മൈൻഡിൽ മെജോറിറ്റി ആയിട്ട് ലീഡ് ചെയ്യുന്ന ആൾക്കാരിടാം. ഇതിനെ കുറിച്ച് കുറെ സംസാരിക്കാനുണ്ട്, പക്ഷെ ഞാനിത് സ്ക്രിപ്റ്റ് ഒന്നും എഴുതാണ്ട് ലൂസായിട്ട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കിട്ടില്ല. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു ട്രെയിൻ, ഇല്ലാണ്ട് ആർക്കും മനസ്സിലാവുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോ